അല്ലാതെ അതിനകത്ത് വേറെ ആൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇയാൾക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇയാൾക്ക് ഈ തൊഴിൽ കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഇന്നതാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സ്ഥലം വരുമ്പോൾ പ്രശ്നമാണ്. ഒരു പെൺകുട്ടിയെ മുറിയിൽ അടച്ചിരുത്തിയിട്ട് ആ പെണ്ണിൻ്റെ മുന്നിൽ തടിമാടനായ ഒരുത്തൻ നിന്ന് ഇങ്ങനെ ഈ സിദ്ദിഖൊക്കെ കാണിച്ച പോലെ പരിപാടി കാണിച്ച് ആരാളും പേടിക്കും. മനസ്സിലായി? ഒരു സന്തോഷം അതിനകത്തൊന്നും ഒരാൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിച്ച് വരണ്ടു. അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അവർ ഒന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെ ജനിച്ചു വളർന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ട് ഇതൊക്കെ കണ്ട്? അതുമല്ല സാധ്യത കാണുക എന്ന് പറഞ്ഞാൽ ഭയന്നു പോകും. ആ ട്രോമ എന്ന് പറഞ്ഞത് മാറത്തില്ല. ചിലപ്പോൾ പേടി തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തെല്ലാം. ഒരാൾക്കൊരു പേടി തട്ടി അയാൾക്ക് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഇത് പേടിയാവും. പിന്നെ ഇങ്ങനത്തെ ഒരു മുറിയിൽ അടഞ്ഞു വന്നൊരു ആണ് ചിലപ്പോൾ അയാളുടെ ഭർത്താവാണെങ്കിൽ പോലെ അയാളുടെ മുന്നിൽ വന്ന അയാൾ പേടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് ഈ ട്രോമ ഉള്ളവരോട് ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ രഞ്ജിത്തിന്റെ കേസിലാണെങ്കിൽ അതിനകത്തൊരു കേസായിട്ട് വന്നിട്ട് ജാമ്യമില്ല കുറ്റം ചുമത്തിയിട്ട് തന്നെ കേസ് എടുത്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ കേസ് വന്നപ്പോഴേക്കും അതിനകത്ത് കേസായിട്ടൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ പോലീസ്